Amen.
Evangelist Tiruvankulam Assembly Brother Rajesh Arva, Evangelist Shijimon Tagapan, Ashtamichira, and Sushashana, Findi Vargis, Evangelist Kanangada, Sushashan Augustine Kemalpur, Evangelist Rajapuram, Brother Anil Kumar, Evangelist from Anil Kumar B. Ayyappan from Ashtamichira, P.Y. Solomon, Chirupura, E. Prayapata, Ramadhirunda, E. Prayapata, Katavayash, Sunam, the Radhalikim, Katamashilikin, and Yosaram, Swagam Chino. Namga, for a way of Acha, the Aradika, Malparam Sagirtan, Chilavaki. Malparam, the Sagirtan, David, and the Sagirtan Manama, or the Nehapatitunda, what is the sum of age actually in India? അതുപരി ഇത് ദാവീദ് പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ഗീതമായിട്ടും കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. We also understand that this is a messianic psalm. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിൽ 5 മുതൽ 10 വരെയുള്ള ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ ചെയ്ത ത്യാഗത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാവം അവിടെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Book of Hebrews in chapter 5, this is the psalm that is quoted when talking about the Lord Jesus Christ's sacrifice. ദൈവത്തിന്റെ കോപാഗ്നിയിൽ കർത്താവായ യേശുക്രിസ്തു ദഹിച്ചു പോകുന്ന ഒരു ചിത്രം കൂടി നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. And here we see a picture of our Lord Jesus Christ being offered as a sacrifice, as a burnt offering.
ഇവിടെ ഒന്നാം വാക്യം ആയിരിക്കുന്നത് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. രണ്ടാം വാക്യം നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. The psalm begins with verse 1. It says that I waited patiently for the Lord, and He inclined to me and heard my cry. He brought me up out of the horrible pit. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കിയപ്പോൾ, ശാപമായി തീർന്നപ്പോൾ താൻ ഒരു ചേറ്റിലേക്ക് താഴ്ന്നു പോയി ആ ചിത്രം നാം ഇവിടെ കാണുന്നു. Here we see the picture of the Lord Jesus Christ coming into the miry clay when He became sin for us, and He take our curse on Him. എന്നാൽ വലിയവനായ ദൈവം തന്നെ കൈവിട്ട് കളഞ്ഞില്ല. തന്റെ കാലുകളെ അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പിടിച്ചുയർത്തി തന്നെ ആ പാറവൻ നിർത്തിയതിനെ കുറിച്ചും നാം അവിടെ വായിക്കുന്നുണ്ട്. But He was not left in the miry clay. It reads that He set my feet upon a rock. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് ഒരു രേഖാചിത്രമായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. This reminds us that the Lord Jesus Christ not only died, but He also rose again from the dead. യോസഫിനെ പോലെ, പഴയ നിയമത്തിലെ യോസഫിനെ പോലെ അവൻ കുഴിയിലേക്ക് താഴ്ത്തപ്പെട്ടു, അല്ലെങ്കിൽ യിരെമ്യാവിനെ പോലെ അവൻ ചെടിയിലേക്ക് താഴ്ത്തപ്പെട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നു. We understand just like Joseph and Jeremiah, he was put into the miry clay, into the pit. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം കൂടി അതോടുകൂടി ചേർത്ത് വായിച്ചാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുകയാണ്. In Romans chapter 4, verse 24. In Romans 4:24 we read that for us who believe in Him, but for us it was imputed to Him. അതാണ്. അത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ചിത്രം കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ചിത്രം കൂടി നമുക്കിവിടെ കാണാവുന്നതാണ്. And not just the Lord Jesus Christ, we see our own picture here in Psalm 40. പാപത്തിന്റെ കുഴിയിലേക്ക് വീണുപോയ നമ്മെ പിടിച്ചുയർത്തുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മളെ കരങ്ങൾ പിടിച്ച് അവൻ ഉയർത്തി പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ നമ്മെ നിർത്തി ആ ചിത്രം കൂടി നമുക്ക് കാണാവുന്നതാണ്. We see that we were the ones who were stuck in this miry clay, and Jesus Christ is the rock on which we can now stand. മൂന്നാം വാക്യം, അവൻ നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അതുകൊണ്ട് നമുക്കിന്ന് സർവശക്തനായ ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Verse 3 reminds us of a new song that is put in our mouth, and that is the reason we praise our God. അതെ, നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചിത്രത്തെയാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് സുപരിചിതമായിട്ടുള്ള വാക്യമാണ്, ഞാനത് വായിക്കുന്നില്ല. എന്നാൽ അവൻ താഴേക്ക് തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്നതിനെ കുറിച്ച് നമ്മോട് വായിക്കുകയാണ്. We read about the way He has humbled Himself to this earth in Philippians chapter 2 verse 7 and 8. ഇന്ന് പകൽസമയം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവത്തെ അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്ന ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ ഓർത്തുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താം. This morning as we worship our Lord, let us remember how He humbled Himself, came down to this pit to save us. അത് തന്നെയാണല്ലോ ഒരു പാട്ടുകാരൻ പാടുന്ന ഇപ്രകാരമാണ്, പാപക്കുഴിയിൽ നിന്ന് എൻ പാദങ്ങൾ ഉയർത്തി നീ പാടുവാൻ പുതിയൊരു പാട്ടുമൻ നാവിൽ തന്നു എന്നാണ് പാടാറുണ്ടല്ലോ. We sing this song, this theme often in our songs. 277-ാമത്തെ പാട്ട് കൂടി നമുക്ക് പാടാം. സോങ് നമ്പർ 277, ശ്രീയേശുനാഥൻ. അതിന് മുമ്പായിട്ട് വിട്ടുപോയ പേരാണ് ബാലസുബ്രഹ്മണ്യം, തിരുവനന്തപുരത്ത് നിന്ന് കൂടി നമ്മുടെ മധ്യത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ആരാധനയിലേക്കും കർത്തൃമേശ്വരിലേക്കും സ്വാഗതം ചെയ്യുന്ന ദൈവം നമ്മെ സേവിക്കും. നമുക്ക് ആ പാട്ട് പാപക്കുഴിയിൽ നിന്ന്
വരെയുള്ള സമയം പ്രത്യേകിച്ച് അതിഥികളായ വന്നിട്ടുള്ള സഹോദരന്മാർക്ക് ആരാധന ചിന്ത പറയാനുള്ള അവസരമാണ്. അത് 10 മണി വരെയാണ്. 10:20 വരെ 10:20 വരെയുള്ള സമയം സ്തോത്രം ചെയ്യാനുള്ള സമയമാണ്. 10:20 അപ്പം മുറിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാർ, അതിഥികളായ വന്ന സഹോദരന്മാർ ആ സമയം ചുരുക്കമായിട്ട് ഉപയോഗിക്കണം എന്ന് കൂടി ഓർമ്മിക്കുന്നു. May the name of the Lord be glorified. I thank Lord for giving me another opportunity to come here with Hyderabad again and to worship with the saints over here. I've been in fellowship with Providence Chapel in Reading. The Lord has blessed us abundantly during this last few years in our ups and downs. We as a family, thank you for all the prayers and thoughts that as assembly and individuals during our dad's passing away. Mummy was here in Kerala for the last 3 months and in fellowship with the assembly in Angamali. Please do continue to remember us in your prayers. We'll be leaving next Sunday. We'll be going to Kerala and then back to UK. And Mummy will go further to Canada as well. Do remember us in your prayers. Continuation with the worship, I would like to read a psalm. Psalm 68 verses 19. Psalm 68 verse 19. Praise be to the Lord, to God our Savior, who daily bears our burdens. Praise be to the Lord, to God our Savior, who daily bears our burdens. We thank you and give glory to our Lord who daily bears us up. We thank you again for all your prayers and for His goodness in our life. Thank you. ദൈവത്തിൻ്റെ ഈ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ചില മാസങ്ങൾക്ക് ശേഷം നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനായിട്ട് ദൈവം എനിക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയകാല പ്രിയ പൈതൽ ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ മകളും ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഈ ഘട്ടത്തിൽ തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 Timothy chapter 1 verse 9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. 9-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരയോഗ്യതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിന് കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. നാം വായിച്ച ഈ വേദഭാഗത്ത് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് നാം അടുത്ത് വരുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നതായിരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നു, എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നത്, നമ്മൾ ആരായിരുന്നു, ഇന്ന് ആരാണ്. ഈ ചിന്തകളാണ് നമ്മെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ബലപ്പെടുത്തുന്നത്. ഇപ്പോൾ നാം വായിച്ച ഈ വേദഭാഗത്ത് നാം കണ്ടു, ഒന്ന്, ദൈവം നമ്മെ രക്ഷിച്ചു എന്നാണ് അവിടെ കാണുന്നത്. അവിടെ പറയുന്നു who has saved us, നമ്മെ രക്ഷിച്ച ഒരു ദൈവം. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും
നിത്യമായിരിക്കുന്ന നാശത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ദൈവവുമായിട്ട് അടുത്തു വരുവാനായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്തവരായിട്ട്, വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായിട്ട്, ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായി ജീവിച്ച നമ്മെ സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതായിരിക്കുന്ന കാര്യം, അവൻ നമ്മെ രക്ഷിച്ചു എന്ന് നാം അവിടെ കാണുകയാണ്. രണ്ടാമത് അവിടെ കാണുവായിരിക്കുന്ന കാര്യം, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. ആൻഡ് കോൾഡ് us with an holy calling. നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വിളി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ വിളി എന്നവിടെ പറയാനായിട്ട് കഴിയുന്നത്? വിശുദ്ധനായ കർത്താവ്, യാതൊരു ഊനവുമില്ലാത്തതായിരിക്കുന്ന നമ്മുടെ കർത്താവ്, പാപികളായ നമ്മെ തേടി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വിശുദ്ധനായവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന് നമ്മെ വിളിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം അവിടെ പറയുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. തീർച്ചയായിട്ടും ഇന്ന് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നത് നാം ചെയ്ത യാതൊരു പ്രവൃത്തികളാലുമല്ല, മറിച്ച് ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃപയാണ് എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഏറ്റവും ചിന്തിപ്പിച്ചതായിരിക്കുന്ന കാര്യം, നമ്മെ വിളിച്ചത് ഈ കാലത്തിലല്ല, പിന്നെ എന്നാണ്? സകല കാലത്തിനു മുമ്പേ എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പേ, സമയങ്ങൾക്ക് മുമ്പേ നമ്മെ വിളിച്ചതായിരിക്കുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് യോഗ്യത ലഭിച്ചത് നമ്മുടേതായിരിക്കുന്ന യാതൊരുവിധമായിരിക്കുന്ന പാരമ്പര്യം കൊണ്ടോ ഗുണങ്ങൾ കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ അല്ല, മറിച്ച് ദൈവം നമ്മെ സകല കാലത്തിന് മുമ്പേ കണ്ടു എന്നുള്ളതായിരിക്കുന്ന സത്യമാണ് ഇന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഇവിടെ നാം കണ്ടു, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് എന്താണ് സംഭവിച്ചത്? ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം. അപ്പൊ അവിടെ രക്ഷയിൽ ദൈവമക്കളായി തീരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ആരാധനാ പാത്രങ്ങളായി തീരുവാൻ ഇടയായത് നമ്മളുടെ യോഗ്യത കൊണ്ടല്ല എന്ന് അവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇന്ന് രാവിലെ നാം ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം നന്ദി കൊണ്ട് നിറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ കണ്ട് ഉന്നതനായിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന, മഹോന്നതനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം ആരായിരുന്നു എന്നുള്ള ചിന്ത വരേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ യാതൊരു യോഗ്യതയില്ലായിരുന്നു നമുക്ക്. ഇന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് കാരണമായി തീർന്നത് അവൻ നമ്മെ രക്ഷിച്ചു. വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിച്ചു, തന്റെ മക്കളാക്കി നമ്മെ തീർത്തു, രാജകീയ പുരോഹിത വർഗമായി നമ്മെ ആക്കി തീർത്തു. ആ ദൈവത്തിന് സർവമഹത്വവും കൊടുത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം, സർവമഹത്വവും ആ പാതകൾ എത്തിക്കാം. ദൈവം നമ്മെ സഹായിക്കും. Praise the Lord. Thank God for giving us the opportunity to stand here again. In connection to worship, I'd like to read a few verses from John chapter 20. Now before the feast of the Passover, when Jesus knew that his hour had come, that he should depart from the world to the Father, having loved his own who were in the world, he loved them to the end. Praise the Lord. The last part of the verse we read. Having loved his own who were in the world, he loved them to the end. Jesus here washes his disciples' feet, knowing fully well that among those disciples was the one who was going to betray him. Among them was the one who was going to forsake him 3 times. Among them was people who he found and he brought into his fold, but they at many times throughout the Gospels we read were doubted in Jesus, doubted in the faith. It is to them that he has written, he loved his own who were in the world, and he loved them to the end.
as we heard as we read from the Psalm and as we heard from dear brother, these verses truly remind us of our wretched state and how Jesus, to us also, he showed that true love. We who were truly not deserved of that love that was shown upon us, who were dead in our trespasses and sins, we were, as we read in the Psalm, many, oh Lord, my God, are your wondrous works, which you have done, and your thoughts towards us cannot be recounted to you in order. If I would declare and speak of them, there are more than can be numbered. It is through that unconditional love that we are brought together in His presence today, in front of the bread and wine, as we remember that blood that was shed for us, that the body that was broken for us. Let us always be mindful and thank Him for that wonderful sacrifice that was done for us. Amazing good. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവനാമം സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. In connection with worship, let us read a verse from John chapter 19 verse 19 and 20. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 18 19 വാക്യങ്ങൾ. അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ രണ്ടാളുകളെയും ഒരുത്തനപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഈ വേദഭാഗത്ത് നിന്ന് ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരാശയം, നമ്മളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലാംഗ്വേജ്, ഭാഷ എന്നുള്ളതാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തില് ഭാഷ കൽവി കളഞ്ഞ ബാബേലിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ തമ്മിൽ ഏത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഒരാശയം എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭാഷ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒരൈറണി, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രാജാതി രാജാവായ യേശുവിനെ കുറിച്ചുള്ള ഒരു മേലെഴുത്തിനെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് പരാമർശിക്കുന്നത്. It was written in 3 languages. 3 ഭാഷകളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. What is its significance? അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയത്. നമുക്കറിയാം എബ്രായ ഭാഷ അത് അവരെ സംബന്ധിച്ചിടത്തോളം it is their mother tongue, മാതൃഭാഷയാണ്. നമുക്കറിയാം വേറൊരു ഭാഷയില്, ഇന്ത്യയിലൊക്കെ വേറൊരു ഭാഷയില്, ഒന്നുകിൽ സുറിയാനിയിലോ ലത്തീൻ ഭാഷയിലോ അർത്ഥമറിയാതെ ദൈവത്തെ ആരാധിക്കും. മുസ്ലിങ്ങള് അറബി ഭാഷയിൽ അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത ഭാഷയിൽ എന്തൊക്കെ വിളിച്ചു പറയുന്നു. ആശയത്തെ ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല അവരത് ചെയ്യുന്നത്. വളരെ ചുരുക്കം പേർക്ക് അത് അറിയാൻ പാടുള്ളൂ യഥാർത്ഥത്തിൽ. സോ അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് അതിന്റെ അർത്ഥം? കേവലം അത് ജൽപ്പനമായി മാറും. അതൊരു ട്രൂ എക്സ്പ്രഷൻ ഓഫ് ഹാർട്ട് അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മദർ ടങ്ങില്, നമ്മുടെയൊക്കെ മാതൃഭാഷകളിൽ, ലോകത്തിലെ എല്ലാ ഭാഷകളിലും ദൈവത്തിന്റെ ഇവനാരാണ്, ഈ ക്രൂശിക്കപ്പെട്ട യേശു ആരാണെന്നുള്ള കാര്യം മുകളില് എഴുതി വെച്ചിരിക്കുകയാണ്. മദർ ടങ്, അതത് ഭാഷയിൽ ലോകത്തിലെ എല്ലാ മദർ ടങ്ങിലും യേശു ആരാണെന്നുള്ള കാര്യം പ്രസ്താവിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മളവിടെ കാണുന്നത് is written in യവന ഭാഷ, ഗ്രീക്ക്. എന്താണ് ഗ്രീക്ക് ഭാഷയുടെ പ്രത്യേകത? ഇറ്റ്സ് എ ക്ലാസിക്കൽ ലാംഗ്വേജ്, ഇറ്റ്സ് ഓൾസോ എ സയന്റിഫിക് ലാംഗ്വേജ്. അപ്പൊ ശാസ്ത്രീയ ഭാഷയിൽ ഇതാ ലോകത്തിന്റെ രാജാതി രാജാവാണ് ഈ ക്രൂശിൽ കിടക്കുന്നത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം മാത്സിലും അതുപോലെയുള്ള ഇതിലൊക്കെ സയന്റിഫിക് ടേമായിട്ട് ഉപയോഗിക്കുന്ന മിക്കവാറും മാത്തമാറ്റിക്സിലും ഒക്കെ ഗ്രീക്ക് ഭാഷയാണ് എന്നതാണ്. ക്ലാസിക്കൽ ആയിട്ടുള്ള പല ആശയങ്ങളും ഗ്രീക്ക് തത്വജ്ഞാനികളാണ് ലോകത്തിന് സംഭാവന ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതാ ശാസ്ത്രീയമായിട്ട് നോക്കിയാലും യേശുക്രിസ്തുവാണ് രാജാതി രാജാവ്
പ്രപഞ്ച നിർമ്മാതാവ് എന്നുള്ള സത്യം ക്രൂശിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുകയാണ്. ഒടുവിൽ രണ്ടാമതായിട്ടൂടെ പറഞ്ഞിരിക്കുന്ന തേർഡായിട്ടൂടെ പറഞ്ഞിരിക്കുന്ന റോമ ഭാഷയിലാണ്. നമുക്കറിയാവുന്ന അന്നത്തെ സാമ്രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ടുള്ള റോമ സാമ്രാജ്യം, ഇമ്പീരിയൽ റോം. അപ്പൊ അവരുടെ ഔദ്യോഗിക ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ലാറ്റിൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ റോമ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്, ലോകത്തിലെ അന്നത്തെ ഔദ്യോഗിക ഭാഷയിൽ ഈസ് ദ കിങ് ഓഫ് കിങ് എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്നത്തെ ഇന്റർനാഷണൽ ഹൈവേയുടെ അടുത്താണ് ഗോൽഗോഥ മല. അതിലേക്ക് പോകുന്ന എല്ലാവരും ഈ കിടക്കുന്നത്, കാൽവരി ക്രൂശിൽ കിടക്കുന്നത്, ഈ ലോകത്തിലെ ഓരോരുത്തർക്കും വേണ്ടി മരിച്ച രാജാതിരാജാവായ കർത്താവാണെന്നുള്ള ദർശനമാണ് ആ ക്രൂശിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് ആ കർത്താവായ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, അതാ വചനമായവൻ ജഡം ധരിച്ച് കാൽവരി ക്രൂശിൽ ഇതാ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള മേലെഴുത്താണ് നമുക്കിവിടെ ദർശിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് ഭാഷയിൽ യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇടയായിത്തരുന്ന ഭാഷ നമുക്ക് നൽകിയ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കാൻ ഈ ചിന്തകളാൽ നമ്മളെ സഹായിക്കട്ടെ. വലിയ നാമം വാഴ്ത്തപ്പെടുന്നു. And when I think that God is Son of sparing, send Him to die, I scarce can take it in, that on the cross my burden gladly bearing, He bled and died to take away my sin. Then sings my soul, my Savior God, to Thee. How great Thou art, how great Thou art. Then sings my soul, my Savior God, to Thee. How great Thou art, how great Thou art. Unto Thee है, Alpha Omega Thee है, Thee है, बुद्धि और सब ज्ञान Thee है, तू महान है, यीशु तू अच्छा है, यीशु तू जिंदा है, यीशु तू धन्य है, दूतों की स्तुति तू ही है, बुद्धि और सब ज्ञान तू ही है, दूतों की स्तुति तू ही है, बुद्धि और सब ज्ञान तू ही है। न्याय करने आने वाला है, न्याय के सब राज्य करने को, धर्मियों को लेकर न्याय से सिंहासन पर राज करेगा, धर्मियों को लेकर न्याय से सिंहासन पर राज करेगा। यीशु तू महान है, यीशु तू अच्छा है, यीशु तू जिंदा है,
of verse 22, John chapter 17, and the first part of verse 22. And the glory which you gave me, I have given them. And also verse 24. Father, I desire that they also, you gave me, may be with me where I am, that they may behold my glory, which you have given me, for you loved me before the foundation of the world. You know that this portion of scripture is Jesus praying for all believers. He starts his chapter first, praying for himself, to his Father, and then he prays for his disciples. And in this last part of this chapter, this is a prayer that Jesus did for us. We know that our God is a holy and is a God of glory. He dwells in an unapproachable light. No one can see him and live. In the scripture we read that whenever anyone caught a glimpse of the glory of God, we read about the impact that it had upon them. When in Revelation, when John saw the glory of the resurrected Lord Jesus Christ, he said that when I saw him, I fell at his feet as dead. In the book of Isaiah, when Isaiah saw the glory of God in the temple, he says his immediate reaction was, he pronounced a woe upon himself. Woe is me, for I am undone, because I am a man of unclean lips, and I dwell in the midst of people of unclean lips. For my eyes have seen the King, the Lord of hosts. I want to remind ourselves this morning, as we sit here in irreverence, that we are in the presence of the God of glory. May that thought rule our mind, that we sit in the presence of the God of glory. But how is it that we who were once sinners, undefiled, defiled people, we who were once dead in our sins and trespasses, this morning can come into the presence of such a glorious God? And the answer is what we read in the two portions of scripture that we read. Because God, when He sees this morning at us, He does not see us in our past state, but He sees us as a once being cleansed and given by the glory of our Lord Jesus Christ. God, Jesus prays here when He says, the glory which you gave me, I have given them. What a wonderful thought to us is this morning, that to give that glory to us, our Lord Jesus Christ had to empty Himself of all His glory. He left His glory in the heavens above and came down into this sinful world. God incarnated in flesh. He emptied Himself. He set aside that glory in His incarnation. And today, when God sees us, He sees the righteousness of His sin in us, and therefore we are not consumed this morning. And therefore we have the privilege and the confidence to come into the presence of this glorious God, to take His name upon our lips, to address Him as our Father, to proclaim that we are His children, His people. Because as we read in Isaiah chapter 61, verse 10, I will greatly rejoice in the Lord. My soul shall be joyful in my God. For He has clothed me with the garments of salvation. He has covered me with the robes of righteousness. As a bridegroom decks himself with ornaments, and the bride adorns herself with her jewels. We no more don the filthy rags of our own self-righteousness. Rather, this morning when God sees us, He sees us through the righteousness of His Son, for we are clothed in the righteousness of His Son and our Savior, Lord Jesus. That is the glory that our Lord Jesus Christ has given to us. He has given us the glorious gospel, the glorious salvation, glorious atonement, the glory of His Holy Spirit who indwells us. And that is what qualifies us this morning to come into His presence, to the presence of the God of glory. Let us sit with that reverence, with the thought ruling our mind, making us cognizant of the fact that we are in the presence of God of all glory. These thoughts help us this morning to humble ourselves in His presence, to the one who humbled Himself, that He may make us His children. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കുന്നവരെ നാം
പഠിത്തമാകട്ടെ. നമ്മളോടുകൂടെ ഇവിടെ ദൈവത്തെ ആരാധിക്കുക ലഭിച്ചത് തന്നെ നന്ദി പറയുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടവരെയും അതിന് ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ ജനം മക്കത്ത് നാട്ടിലേക്ക് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സംഭവമാണ്. അപ്പോ ദൈവം അവരോട് പറഞ്ഞിട്ട് പ്രമാണിമാർ പാളയത്തിൽ പ്രസ്താവിക്കുന്ന കാര്യമാണ്. ഈ നിയമപ്പെട്ടാണ് അടുത്ത് പുരോഹിതന്മാര് പോകുമ്പോൾ നിങ്ങൾ അതിന്റെ പുറകെ ചെല്ലണം. പക്ഷെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലം. 2000 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം വരും. അത്രയും ദൂരം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇവർ എവിടേക്കാണ് പോകുന്നത് നോക്കണം. ശത്രുവിന്റെ ദേശത്തേക്കാണ് കടക്കാൻ പോകുന്നത്. യോർദാൻ നദി ഉണ്ട്. യോർദാൻ നദി എങ്ങനെയാണ് കടക്കുന്നതെന്ന് ഈ സമയത്ത് നമുക്ക് അറിയില്ല. അപ്പൊ അത് കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ 1 കിലോമീറ്റർ പുറകിലാണ് സൈന്യം. ഈ പെട്ടകം നമുക്കറിയാം ഗജനമരം കൊണ്ട് പണിതു. അതിന്റെ തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്, തനി തങ്കം പൂർണ്ണമായിട്ട്. അപ്പൊ വളരെ വിലപിടിപ്പുള്ളതാണ്. ആ വിലപിടിപ്പുള്ള ഇതുമായിട്ടാണ് ശത്രുക്കളുടെ പ്രദേശത്തേക്ക് കടക്കുന്നത്. ആക്രമിക്കപ്പെടാം. ഈ തങ്കം കൊണ്ടുള്ള ഈ സാധനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളെ ആക്രമിക്കുകയും മറ്റുമൊക്കെ ചെയ്യാം. നമുക്കറിയാം ഈ ലോകത്ത് ക്ഷേത്രങ്ങളിലെല്ലാം വളരെയധികം സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അതിനകത്തുള്ള വിഗ്രഹങ്ങൾക്കൊക്കെ അത് കൊണ്ടുപോകാണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ സംരക്ഷണം എനിക്ക് വേണ്ട, എന്റെ പെട്ടകത്തിന് നിങ്ങളുടെ സംരക്ഷണം വേണ്ട. നിങ്ങളെ കാരണം ഈ പുരോഹിതന്മാർ ആയുധധാരികളല്ല, അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആയുധധാരികളായിരിക്കുന്ന ആളുകൾ 1 കിലോമീറ്റർ പുറകില്. അപ്പൊ ഈ ശത്രുരാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ആക്രമിക്കപ്പെടുകയോ മറ്റും ഉണ്ടാകുന്നുള്ള ഭയം ഉണ്ടെങ്കിൽ ദൈവം പറയാണ്, നിങ്ങളുടെ സംരക്ഷണം വേണ്ട, എന്റെ പെട്ടകം നിങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ്. അതായത് ഇവർക്കിപ്പോ അഗ്നിസ്തംഭമില്ല, മേഘസ്തംഭമൊന്നും ഇല്ല. അതെല്ലാം മാറി ഇവിടെ തീ കഴിഞ്ഞു. ഇപ്പൊ ആകെ അവിടെ ദൈവസാന്നിധ്യം എന്ന് പറയാനുള്ളത് ഈ പെട്ടകം മാത്രമാണ്. അപ്പൊ ആ പെട്ടകത്തിന് മനുഷ്യരുടെ സംരക്ഷണം വേണ്ട. പെട്ടകം സ്വയം സംരക്ഷിച്ചുകൊള്ളൂ, നിങ്ങളെയും സംരക്ഷിക്കും. അതെങ്ങനെയാണെന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കടന്നു കഴിഞ്ഞപ്പോ അവരുടെ ഉള്ളതാൻ ചവിട്ടിയപ്പോ തന്നെ വെള്ളം 2 വശത്തേക്ക് മാറിപ്പോവുകയും വഴി രൂപപ്പെട്ടു വരികയും ചെയ്തത് നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ആരുടെയും സംരക്ഷണം നമ്മുടെ ദൈവത്തിന് ആവശ്യമില്ല, അവൻ നമ്മളെ സംരക്ഷിക്കും. മാത്രമല്ല നമുക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി തരികയും ചെയ്യും. ഇതിനോടുള്ള ബന്ധത്തിൽ ഇതേ കാര്യം തന്നെ 66-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചുരുക്കമായിട്ടത് വിവരിക്കുന്നുണ്ട്. 66-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ, അവർ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. സമുദ്രത്തിലെ കാര്യവും നമുക്കറിയാം. അവരെ പിടിക്കാൻ വേണ്ടി ഫറവോ വന്നു കഴിഞ്ഞപ്പോൾ സമുദ്രം വിഭാഗിക്കപ്പെടുന്നു. ഒരു വഴി അവിടെ രൂപപ്പെട്ടു. ആ വഴിയിലൂടെ അവർ കടന്നു. നദി കടന്നുപോയ കാര്യം, കാൽനടയായി നദി കടന്നു എന്ന് പറഞ്ഞാൽ യോർദാൻ നദിയാണ്. അവിടെയും ഇത് തന്നെയാണ്, ഒരു വഴി രൂപപ്പെട്ടു. ആ വഴിയിലൂടെ അവർ കടന്നു. അപ്പൊ ഈ 2 സമയത്തും സങ്കീർത്തനക്കാരൻ പറയുന്നു, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. ദൈവത്തിൽ അവരും സന്തോഷിക്കുകയാണ്. കാരണം ഒന്ന്, ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുവരെയൊക്കെ അവർ അടിമയാക്കി വെച്ചിരുന്ന ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റേതാണെങ്കിൽ നൂറ്റാണ്ടുകളായി പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ വാഗ്ദത്തങ്ങൾ അവർക്ക് അനുഗ്രഹമായിട്ടത് അവകാശമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഈ 2 സന്ദർഭത്തിലേക്ക് സന്തോഷിച്ചു. എന്നാൽ എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ചെയ്തൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി വഹിക്കുന്നു. ഒരു പുതിയ വഴി നമുക്ക് പ്രവേശിക്കാനായി. ഇവിടെ 2 നാം കാണുന്നു, കടലില് ഒരു വഴി ഉണ്ടാക്കി, നദിയിലും ഒരു വഴി ഉണ്ടാക്കി, അതിലൂടെ അവർ കടന്നുപോയി. അവർക്ക് ഒരു ആദ്യത്തേതില് ശത്രുവിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു, 2-ാമത്തേതിൽ അവർക്ക് അവകാശം ലഭിച്ചു. എന്നാൽ കർത്താവ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇതെന്ത്? ഇവിടെ ഒരു ഫറവോ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ടത്. അതിലവർ സന്തോഷിച്ചു. അതുപോലെ അവർക്ക് ലഭിച്ച വാഗ്ദത്ത ദേശം എന്ന് പറയുന്നത് ഭൗമികമായിട്ടുള്ളതാണ്. അത് പിന്നീട് അവർ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഇത് ലഭിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. എന്നാൽ
നമ്മൾ യേശുക്രിസ്തു എന്ന ആ ജീവനുള്ള പുതുവഴിയിലൂടെ കടന്നപ്പോൾ കേവലം മനുഷ്യരിൽ നിന്നല്ല നാം രക്ഷപ്പെട്ടത്, പിശാചിൽ നിന്നാണ്. മനുഷ്യനെ കാലാകാലങ്ങളായി അടിമയാക്കി വെച്ചിരുന്ന പിശാചിന്റെ അടിമത്തത്തിൽ നിന്നാണ് നാം വിമോചിക്കപ്പെട്ടത്. മാത്രമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്തതുമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് ലഭിച്ചതിനേക്കാൾ അത്രയും ഉന്നതമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു യേശുക്രിസ്തു എന്ന ജീവനുള്ള പുതുവഴിയിലൂടെ കടന്നപ്പോൾ. അവർക്ക് ആ ലഭിച്ചതിൽ അവരവിടെ സന്തോഷിച്ചെങ്കിൽ നാം എത്ര അധികമായിട്ട് സന്തോഷിക്കേണ്ടവരാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അവകാശം നമുക്ക് തന്നിരിക്കുന്നു. ജീവനുള്ള പുതുവഴി ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു. അത് ചെയ്തത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അവിടെ. തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്കറിയാം തിരശ്ശീലയ്ക്ക് എന്താണ് സംഭവിച്ചത്. കർത്താവ് നമ്മളവരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അവൻ നമ്മളെ സംരക്ഷിച്ചു. നമുക്ക് വേണ്ടി തന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് ഒരു ജീവനുള്ള പുതുവഴി നമുക്ക് തുറന്നു തന്നു. അതിലൂടെ പ്രവേശിച്ചവരാണ് രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും. അതുകൊണ്ട് നാം കൂടുതൽ സന്തോഷത്തോടുകൂടെ അവർ ആരാധിക്കും. അവിടുന്ന് നമുക്ക് എപ്പോഴും ഉണ്ടാകും. ദേവനാമത്തിൽ പ്രധാനമായിട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ വരുവാനും കർത്താവിനെ ആരാധിക്കാനും കിട്ടിയ സമയത്ത് എൻ്റെ ദൈവം എന്ന് പറയുന്നു. നമുക്ക് ആരാധിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒരു വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 22 വാക്യങ്ങൾ വായിക്കാം. For the Jews require a sign, and the Greeks seek after wisdom. But we preach Christ crucified, unto the Jews a stumbling block, and unto the Greeks foolishness. But unto them which are called both Jews and Greeks, Christ the power of God and the wisdom of God. Because the foolishness of God is wiser than men, and the weakness of God is stronger than men. For ye see your calling, brethren, how that not many wise men of the flesh, not many mighty, not many noble are called. But God has chosen the foolish things of the world to confound the wise, and God has chosen the weak things of the world to confound the things which are mighty, and base things of the world, and things which are despised has God chosen, and things which are not, to bring to know things that no flesh should glory in His presence. ദൈവനാമഹത്വപ്പെടാവുന്നത് നമുക്ക് ഇന്ന് അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ കർത്താവിനെ കുറിച്ച്, കർത്താവ് തന്റെ മഹിമ വിട്ട് ഭൂമിയിലേക്ക് വന്ന് കർത്താവ് ഭൂമിയിൽ വരുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയും താൻ അവസാനത്തോളം അവരെ സ്നേഹിക്കുകയും ചെയ്തൊക്കെ നമ്മൾ വായിക്കുകയും, അതുപോലെ തന്നെ ദൈവത്തിന് പഠനത്തിന് ആരുടെ സംരക്ഷണം ആവശ്യമില്ലാത്തതുകൊണ്ടും സ്വയംഭൂവായിട്ടുള്ള ദൈവം, അല്ലെങ്കിൽ സ്വന്തം സെൽഫ് സസ്റ്റൈൻ ആയിട്ടുള്ള ദൈവം, ആരുടെയും ശുശ്രൂഷ ആവശ്യമില്ലാത്ത ദൈവത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇവിടെ നമുക്കറിയാം ഈ ഭാഗത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, നമ്മളുടെ തെരഞ്ഞെടുപ്പിനെ ഓർക്കുക എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഈ 2025 ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് വായിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഈവൻ ഇൻ ഇന്ത്യ വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡിവിഷൻ. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അടിമകളും ഉടമകളും ജാതികളും ഗ്രീക്സ് ആയിട്ടുള്ള റോമൻസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വിധത്തിൽ ലോകം ഡിവൈഡഡ് ആയിരിക്കുന്ന സമയത്ത് നോബഡി, അല്ലെങ്കിൽ നമ്മളൊരു 1 നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അൺടച്ചബിലിറ്റി ഒക്കെ ഉള്ള സമയത്ത് അങ്ങനെയുള്ളൊരു കൾച്ചറിലുള്ള ആൾക്കാരോടാണ് ഇവിടെ സംസാരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ വലിയ വാക്കുകൾ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളെ ബലവാന്മാരെ. അപ്പൊ നമ്മൾ ആസ് വി കം ഹിയർ നൗ ടു വർഷിപ്പ് ദ ലോർഡ്, വി ഹാവ് ടു തിങ്ക് ഹൗ the Lord has been, the death of Jesus on the cross had crumbled down all the walls of separations. ഇത് നമുക്ക് ഓർക്കാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ മേശയുടെ മുന്നിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ
കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ കർത്താവ് ബിലോങ് ടു ദ സെയിം ബോഡി. കർത്താവിന്റെ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളാണെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഇരിക്കുകയും കർത്താവ് നമ്മൾ എത്രയും ഇങ്ങനെ പറയുന്നത് പുകഴ്ന്നുവൻ തന്നെ പുകഴാതിരിക്കാൻ, ദൈവത്തെ പ്രശംസിക്കുവാൻ, അത് മാത്രമായിട്ട് ദൈവം നമ്മളെ തന്നെ. സോ നമുക്ക് ഇന്ന് കർത്താവിന്റെ സന്നിധി വന്ന് നന്ദിയോടെ നമ്മൾ വായിച്ചു. അങ്ങനെ ആ നദി വറ്റി അതിൽ കൂടെ നടന്നു പോയി അവിടെ നാം അവനിൽ സന്തോഷിച്ച് നമ്മൾ ഇരിക്കുന്നത്. We rejoice in the Lord. We rejoice in the death of Jesus. And we rejoice in the blood of Jesus. We rejoice in the flesh of Jesus because he had broken himself for us so that we'll be rich. May the name of the Lord be glorified. Oh, glory to God. He has lifted me up. He has lifted me up. I know. He reached out his hands and lifted me up, and that's why I love him so. I love him more and more. I love him more and more. And when I stand upon the other shore, I'll praise him more.